രേണുസുതി എവിടെ നോക്കിക്കഴിഞ്ഞാൽ രേണുസുതി. ഏ ഏത് ട്രോള് നോക്കിക്കഴിഞ്ഞാൽ രേണുസുതി അങ്ങനെ ചെയ്തു, രേണുസുതി ഇങ്ങനെ ചെയ്തു. രേണുസുതിയുടെ അഭിനയം പോരാ. രേണുസുതി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് സുധിച്ചേട്ടൻ്റെ മറ്റേ ഇമേജ് തകർത്തു. അവരങ്ങനെ ആക്കി, അവരെ കൂടെ അഭിനയിച്ചു, ഇവരെ കൂടെ അഭിനയിച്ചു, അത് അങ്ങനെ ആക്കി, ചവറാക്കി, തേങ്ങാക്കി, മാങ്ങാക്കി, ഹലാക്കിൻ്റെ ഔലൂസ് കഞ്ഞാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ പല ലെവലിൽ എങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ നോവിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ അവരെ അഭിനയം അങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, ആ രീതിയിലൊക്കെ അവരെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ട്രോളൊക്കെ ഉണ്ടാക്കിയിട്ട് ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രോളന്മാരായാലും അല്ലാണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവരായാലും ആരായാലും പല രീതിയിൽ അവരെ തേച്ചൊട്ടിക്കാൻ ശ്രമിച്ചവരുണ്ട്. ഇൻസ്റ്റഗ്രാമിലായാലും പല രീതിയിൽ അവരെ രൂപത്തിലും അവരെ ഭാവത്തിലും അവരെ എങ്ങനെയൊക്കെ ഇതാക്കാൻ പറ്റും ആ രീതിയിൽ അവരങ്ങനത്തെ ഡ്രസ്സ് ഇട്ടു, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടു, മോഡേൺ ഡ്രസ്സ് ഇട്ടു, എന്താ പറയുക, രേണുസുതിക്ക് മോഡേൺ ഡ്രസ്സ് ഇടാൻ പാടില്ലേ. അപ്പോൾ അങ്ങനെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ബിഗ് ബോസ് വരെ എത്തി രേണുസുതി. ആ രേണുസുതിയുടെ ഏറ്റവും പുതിയ ആൽബമാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്, മഞ്ഞ് തോർന്ന വഴിയായിട്ട് എന്നിട്ട്. എന്താ അഭിനയം എന്നാൽ അടിപൊളിയായി വന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരും എന്ന് പറയാൻ കാരണം നമ്മളെ സുഹൃത്ത് സുലുമോൻ ചെറാഴിയുടെ മച്ചാൻ കമ്പനീസിൽ പുതിയൊരു ആൽബം റിലീസായിട്ടുണ്ട്. ജിന്നാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പാട്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞ് തോർന്ന വഴിയരികിൽ എന്നിട്ടുള്ള നല്ല അടിപൊളി പാട്ട്. അതിൽ അടിപൊളിയായിട്ട് രേണുസുതി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ രേണുസുതിനെ തേച്ചൊട്ടിക്കാൻ ശ്രമിച്ചവരൊക്കെ ഇപ്പം എന്തായി? രേണുസുതി ലെവല് മാറി, അഭിനയത്തിൻ്റെ ശൈലികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിച്ചു വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അവർ അഭിനയിക്കാൻ അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അഭിനയം പഠിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെ രൂപങ്ങളും അവരുടെ ഭാവങ്ങളും അതൊക്കെ മാറ്റി രേണുസുതി അടിപൊളിയായിട്ട് ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്താ പാട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് 2 ലക്ഷം ആൾക്കാർ ആ പാട്ട് കണ്ട്. കാരണം അത്രയ്ക്ക് അടിപൊളി പാട്ടാണ്. രേണുസുതിയുടെ അഭിനയം കളിയാക്കിയവരൊക്കെ അതിനെ അഭിനന്ദിച്ചു രേണുസുതിനെ. അപ്പോൾ ആ പാട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. കാരണം അതിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കണ്ടറിയുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ പാട്ടിൻ്റെ ക്വാളിറ്റി ഒക്കെ അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ലെവലുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ അല്ലേ. കാരണം അടിപൊളി പാട്ടാണ്. കാരണം ബിഗ് ബോസിന് ശേഷമാണ് രേണുസുതി ആദ്യമായിട്ട് അഭിനയിച്ച ആൽബമാണത്. നമ്മുടെ സുഹൃത്ത് സുലുമോൻ്റെ മച്ചാൻ കമ്പനീസ് ആണത് റിലീസാക്കിയത് അവൻ്റെ യൂട്യൂബ് ചാനലിൽ. ഡയറക്ടർ ജിന്നാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഒരു വെറൈറ്റി ആൽബം തന്നെ പറയേണ്ടത്. കാരണം ഇപ്പം അടുത്തൊന്നും അങ്ങനത്തെ ഒരു ഐറ്റംസ് ഇറങ്ങിയിട്ടില്ല. ആരൊക്കെ തളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ തളർച്ചനൊക്കെ ഇടപെട്ടിട്ട് ആ തളർച്ചനൊക്കെ മുന്നേറ്റിട്ട് ആ തളർച്ചക്കൊക്കെ എതിരെ തളർത്താൻ ശ്രമിച്ചവർക്കൊക്കെ എതിരെ നിന്ന് പോരാടിയിട്ട് വിജയിച്ചതാണ് രേണുസുതി. ചില്ലറായിട്ടല്ല, നല്ല അഭിനയം. അപ്പം അതാണ് പറഞ്ഞത്. ഒറ്റക്ക് നിന്ന് പോരാടി രേണുസുതി വിജയം കൈവരിച്ചു. അപ്പോൾ കണ്ടില്ലേ രേണുസുതിയുടെ അഭിനയം കണ്ടില്ലേ. കാരണം ഒരുപാട് ആൾക്കാർ ട്രോളിയിട്ടും അവരെ മാനസികമായിട്ടൊക്കെ തളർത്തിന് സൈബർ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ പടപൊരുതി മുന്നേറിയ രേണുസുതിയാണിത്. ബിഗ് ബോസിന് ശേഷം ആദ്യമായിട്ട് അഭിനയിച്ച ആൽബം കൂടിയാണിത്. നല്ല റേറ്റിംഗ് ഉള്ള ഇതായിട്ട് മാറിയിട്ടുണ്ട്. വീഡിയോ അതുപോലെ തന്നെ പാട്ടായിക്കോട്ടെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ഇതിൻ്റെ പാടിയ ആൾ, അതുപോലെ തന്നെ പാട്ട് എഴുതിയ ആൾ, അഭിനയിച്ചവർ, അങ്ങനത്തെ ടീം, ഈ മഞ്ഞ് തോർന്ന വഴിയരികിലത്തെ മൊത്തം ടീമിനും എൻ്റെ
അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നല്ല പാട്ടാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരുപാട് പാട്ടുകളായിട്ട് നിങ്ങൾ വരണം രേണുസുതി. ഇനിയും മുന്നോട്ട് തന്നെ പോവുക. കാരണം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തി മുന്നേറി വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.